ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പേരിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്ന് ഭരണ പ്രതിപക്ഷ പോര് നടന്നു. പാർലമെന്റ് കവാടത്തിൽ ഇരുപക്ഷവും തമ്മിൽ കയ്യാങ്കളിയും ഉണ്ടായി. കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് ഇരുഭാഗത്തെയും നേതാക്കൾ പോലീസിനെയും ലോക്സഭാ സ്പീക്കറെയും സമീപിച്ചിട്ടുണ്ട്. അമിത്ഷായുടെ അംബേദ്കർ വിവാദ പരാമർശത്തെ ചൊല്ലി പാർലമെന്റ് കവാടം വേദിയായത് അസാധാരണ സംഭവങ്ങൾക്ക്. അംബേദ്കർ ചിത്രങ്ങളുമായി പാർലമെന്റ് കവാടത്തിലേക്ക് ആദ്യമെത്തിയത് BJP അംഗങ്ങൾ. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ നീലവസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രകടനമായി പാർലമെന്റിന് മുന്നിലേക്ക്. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ മുഖാമുഖം നിന്ന മുദ്രാവാക്യം വിളി. അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും. പിടിച്ചുതള്ളിയെന്നും മർദ്ദിച്ചെന്നും പരസ്പരം ആരോപണവുമായി ഇരുവിഭാഗവും രംഗത്തെത്തി. BJP അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നും പിടിച്ചുതള്ളിയെന്നും രാഹുൽ ഗാന്ധി തള്ളിയിട്ട MP ദേഹത്തേക്ക് വീണ് തനിക്ക് പരിക്കേറ്റെന്ന ഒഡീഷയിൽ നിന്നുള്ള BJP MP പ്രതാപ് സാരംഗി. मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है। धक्का मुक्की से हमें कुछ होता नहीं है, मगर ये एंट्रेंस है पार्लियामेंट में, हमारा अधिकार है अंदर जाने का, और BJP के जो मेंबर्स हैं वो हमें अंदर जाने से रोक रहे हैं। लंबा गैप में खड़ा हुआ था, राहुल गांधी एक MP को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया। किसने धक्का मारा? राहुल गांधी ने? हाँ, राहुल गांधी ने धक्का मारा। राहुल गांधी തന്നെ BJP MPമാർ പിടിച്ചു തള്ളിയെന്നും മുട്ടിന് പരിക്കേറ്റെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ സ്പീക്കറോട് പരാതിപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ BJPയുടെ വനിതാ അംഗം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി. BJP അംഗങ്ങൾക്കെതിരെ പരാതിയുമായി കോൺഗ്രസ് നേതാക്കളും. പാർലമെന്റിനുള്ളിലും ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോര്. രാഹുൽ മോശമായി പെരുമാറിയെന്ന BJP രാജ്യസഭാ MP ഫങ്നോൻ കൊന്യക്. Today, while protesting, it was a peaceful protest. I was standing outside just below the staircase of Makar Dwar. Something happened to me which I really feel disheartened. ബഹളത്തിനിടെ രാജ്യസഭാ അധ്യക്ഷനെതിരായ അവിശ്വാസ പ്രമേയം തള്ളിയതായി രാജ്യസഭാ സെക്രട്ടറി സഭയെ അറിയിച്ചു. ബഹളത്തിനിടെ നിമിഷങ്ങൾ മാത്രമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് സമ്മേളിച്ചത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ അവസാനിക്കും. 24 ഡൽഹി.